പത്തനംതിട്ട മലയാലപ്പുഴ അവിടെ താഴം എന്ന സ്ഥലത്ത് കാറ്റിൽ മരങ്ങൾ നിലംപൊത്തി ഒരു വീട് പൂർണ്ണമായി തകർന്നു. ഒപ്പം 2 വീടുകൾക്ക് കേടുപാടുകളും പറ്റിയിട്ടുണ്ട്. ഒപ്പം കിഴക്ക് പുറത്ത് 2 വീടുകളുടെ മേൽ മരം വീണിട്ടുണ്ട്. മലയാലപ്പുഴ താഴം ദേവി വിലാസം NSS കരയോഗ കെട്ടിടത്തിന് തൊട്ടടുത്തുള്ള വീടാണ്. ഗ്രാമപഞ്ചായത്ത് മുൻ അംഗം മനോജിൻ്റെ വീടാണ്. ഇവിടെ ഗ്രാമപഞ്ചായത്തിൻ്റെ സഹായത്തോടു കൂടി നിർമ്മാണ പ്രവർത്തനങ്ങൾ അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഇന്നലെ രാത്രി മരം ഇതിന് മുകളിലേക്ക് വീണത്. ഉള്ളിൽ കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മേൽക്കൂരയ്ക്ക് അടുക്കളയുടെ ഭാഗത്തേക്ക് വീണ മരത്തിൻ്റെ ശിഖരങ്ങൾ ശുചിമുറിയുടെ മുകളിലും വീണ്. അങ്ങനെ 2 ഭാഗത്തെയും മേൽക്കൂരകൾ തകർന്നിരുന്നു. ഇവിടെ ശ്യാമള അമ്മയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അറ്റകുറ്റപ്പണികൾ നടക്കുന്ന സാഹചര്യത്തിൽ അമ്മ മൂത്ത മകൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ താമസിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് മറ്റ് അപകടങ്ങളിലേക്ക് കാര്യമായി പോയില്ല. ഭാഗ്യമായി മാറി താമസിച്ചത്. അതെ, സത്യം. രാവിലെയാണ് അറിയുന്നത് അല്ലേ? അതെ, രാവിലെ അറിയുന്നത്. നമ്മുടെ മരമല്ല, തൊട്ടടുത്ത പുരയിടത്തിൽ ഇവിടുത്തെ എല്ലാം അങ്ങ് മുറിച്ച് ഞങ്ങൾ ഇപ്പം ഇവിടെ പണിയായപ്പോഴേ ഉള്ള മരങ്ങൾ. അപ്പം പിന്നെ ഇതിപ്പം എന്തോ ചെയ്യാനാ, ഇങ്ങനെ വരുമെന്ന്. താഴം നെല്ലിക്കുന്നത്ത് ഗീതാദേവിയുടെ വീടാണ്. ഇത് വാടകയ്ക്ക് നൽകിയിരിക്കുകയായിരുന്നു. കൃഷ്ണൻകുട്ടി നായർ എന്നുള്ള ആളാണ് ഇവിടെ താമസിച്ചു വന്നത്. ഇന്നലെ വൈകുന്നേരം വീശിയടിച്ച കാറ്റിൽ ആഞ്ഞിലി മരം വീടിൻ്റെ ഏറെക്കുറെ മധ്യഭാഗത്തുകൂടി വീഴുകയാണ് ഉണ്ടായത്. സമീപത്തെ ഏതാനും തേക്ക് മരങ്ങളുടെ ശിഖരങ്ങളും അടർന്നു വീണിട്ടുണ്ട്. കൃഷ്ണൻകുട്ടി നായർ ഈ വീടിനുള്ളിലാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് അടക്കം മേൽക്കൂരയുടെ ഭാഗങ്ങൾ അടർന്നു വീണ് പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തെ ആദ്യം ജനറൽ ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിക്കുകയായിരുന്നു. ചേട്ടാ, താഴം ഭാഗത്ത് മാത്രമായി വീശിയടിച്ചൊരു കാറ്റായിരുന്നു തോന്നുന്നല്ലേ? താഴം ഭാഗത്ത് മാത്രം, ഈ പ്രദേശത്ത് മാത്രം ഒതുങ്ങിയ ഒരു കാറ്റായിരുന്നു. ചുഴലി കറങ്ങി വീശുമായിരുന്നു. അന്നേരം ഇത് പിഴുത് വീണു. അദ്ദേഹത്തിൻ്റെ പരിക്ക് എങ്ങനെയുണ്ട്? പരിക്ക് തലയ്ക്ക് നല്ല മുറിവുണ്ട്. സ്റ്റിച്ച് എത്ര ഉണ്ടെന്നറിയില്ല. കൈക്ക് പൊട്ടലുണ്ട്. കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ് ഇതിനകത്ത്. വീടിൻ്റെ ഉൾവശത്തെ സ്ഥിതി നോക്കുമ്പം വീടിനെയും മൊത്തത്തിൽ പണിയേണ്ടി വരും. ഇത് പോയി, ആ മൊത്തത്തിൽ വീട് കംപ്ലീറ്റ് പോയ ഈ കതവും ജനലും ഒക്കെ മാത്രമേ ഇനിയും ബാക്കിയുള്ളൂ. താഴ്വേരുകൾ ദ്രവിച്ച അവസ്ഥയിലായിരുന്ന ആഞ്ഞിലിയാണ് പൊതുപ്രവർത്തകൻ CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കൂടിയായ മിഥുൻ എന്ന പുണ്യയുടെ വീടിന് മുകളിലേക്ക് വീണത്. സമീപകാലത്ത് നിർമ്മാണം പൂർത്തിയാക്കി താമസം മാറിയ വീടാണ്. ശക്തമായ മഴയും അതിനെ തുടർന്നുള്ള കാറ്റും. അപ്പോൾ അതിന് നമുക്ക് ചുറ്റുമൊന്നും കാണത്തില്ല. ഞാൻ ഒറ്റയ്ക്കുള്ള എൻ്റെ വീട്ടിൽ. അപ്പോൾ ഈ കാറ്റിനെ തുടർന്ന് ഈ ആഞ്ഞിലി താഴോട്ട് ശക്തമായ രീതിയിൽ പതിച്ചവിടെ ഭയങ്കര സൗണ്ടുകൾ കേട്ടു. അതിനുശേഷം ചുറ്റുപാടുള്ള വീടുകൾ മൊത്തം നാശനഷ്ടം ഉണ്ടായി. അപ്പം അവിടെ നിലവിളികളൊക്കെ കേട്ടു. അപ്പോഴേ നമുക്ക് മനസ്സിലായി ചുറ്റുപാടുള്ള വീടുകൾക്കെല്ലാം നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടെന്ന്. ഒരു 10-15 മിനിറ്റോളം നിന്നു ശക്തമായ കാറ്റ്. അപ്പോൾ ഈ ഒരു പ്രദേശത്ത് മാത്രമേ ഉള്ളൂ. തൊട്ടടുത്തൊന്നും വലിയ കുഴപ്പങ്ങളുണ്ടായിട്ടില്ല. ഈ ഒരു ചുറ്റുവട്ടത്താണ് നല്ല രീതിയിൽ കാറ്റടിച്ചത്. ഏറെക്കുറെ 1 വർഷം മുൻപ് മലയാലപ്പുഴ മയിലാടുപാറ മേഖലയിലും സമാന രീതിയിൽ ശക്തമായ കാറ്റ് വീശിയിരുന്നു. അന്നും നിരവധി വീടുകളുടെ കേടുപാടുകൾ സംഭവിക്കുകയും വൈദ്യുതി ലൈനുകൾ തകരാറിലാകുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി ഉണ്ടായ സംഭവത്തിൽ വൈദ്യുതി ബന്ധം കാര്യമായി തകരാറിലായില്ല എന്നതാണ് ആശ്വാസകരം. ക്യാമറമാൻ ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.